ഹായ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം എത്രയാണ്? അപ്പം ഇന്നാണ് നമ്മുടെ പുടവ കൊടുക്കൽ ചടങ്ങ്. പുടവല്ല സതി ജാതകം കൊടുക്കൽ. അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതകം കൊടുക്കാൻ വാങ്ങിക്കുക, അങ്ങനെ എന്താണ് പരിപാടി. ഇപ്പം സമയം 9:15, 10 മണിക്ക് അവർ വരും. അപ്പം എനിക്കിതിൽ പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല, ഇതൊക്കെ മാമന്മാരാണ്. അപ്പം ഇതെൻ്റെ സ്വന്തം എൻ്റെ കൂടപ്പിറപ്പായ എൻ്റെ അനിയനാണ്. അപ്പം നമുക്ക് പരിപാടിയിലാണ്. ഞാൻ എഡിറ്റ് ചെയ്തില്ല. അത് ചോറ് കൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ മിഥുവിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. ഇവിടെ ഫുൾ ബിസിയാണ്, ഫുൾ ഫുഡ് പ്രിപ്പറേഷൻസും കാര്യങ്ങളും. ഞാൻ ഈ ഏരിയക്ക് വരേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിതൊക്കെ വീഡിയോ എടുത്ത് അവിടെ ചില്ലയിൽ നടക്കുകയാണെന്ന്. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കിന്ന് ഫേഷ്യൽ ചെയ്യാനും അതുപോലെ മെഹന്തി ഇടാനും നെയിൽസ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഇന്നാണ്. അപ്പം ഞാൻ അവർ വന്നു പോയതിൻ്റെ ശേഷം ആ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങണം. അതാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ. ആരുടെ കല്യാണ പറയേ കേക്കട്ടെ? കാണിക്കില്ലേ പറയേ? ഉണ്ണി ചേച്ചിയുടെ കല്യാണല്ലേ? ചേച്ചിക്കൂടെ വന്നേ. എന്ത് സെറ്റാക്കി? ആ കറക്റ്റ് അല്ലേ? ചേച്ചി ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാ? എനിക്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും ഇഷ്ടം എന്താ? കാക്കന്റെ കുട്ടി ഉണ്ട് അവിടെ. ഇഷ്ടാണ്. ഇന്നത്തെ മെയിൻ ആള് മാമനാണ്. മുണ്ടൊക്കെ എടുത്തു മാമനെ മെയിന്. വലിയ മാമ ഇവിടെ സ്ഥലത്തില്ല, ചെറിയ മാമനും സ്ഥലത്തില്ല. അപ്പൊ അടുത്ത മാമനാണ്. ആ അതെ, എന്നെ വളരെയധികം സ്നേഹിച്ച് വളർത്തിയ മാമനാണ്. ഒന്നു ഇപ്പൊ ഇതാണ് എന്റെ ജാതകം. ആരൊക്കെ കണ്ടിട്ടുണ്ട്? ഓലയില് ചെയ്തിട്ടുണ്ട്, പറയണ പോലൊക്കെ എഴുതുന്നു. സംഭവം പേപ്പറില് ചെയ്യായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് ഓലയിൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്യിച്ച്. അതുകൊണ്ട് ഒന്ന് ഓലയിൽ ജാതകം. മിഥുവിന്റെ ഒക്കെ പേപ്പറാ തോന്നുന്നത്. നമ്മള് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ചെയ്തതാണ്. കേട്ട സത്യം, അതൊക്കെ എന്താന്ന് പോലും എനിക്കറിയില്ല. എന്റെ ജീവിതം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത്ര ആലോചിച്ചോക്ക്. ഇതിന്റെ യൂട്യൂബിലേക്കുള്ളതാ. ഞാൻ ഓനോട് പറഞ്ഞതാ, അവനോട് പറഞ്ഞതാ. അടി ഉണ്ടാവുണ്ട്, അടി. അമ്മേ ഒക്കെ എടുത്ത് വെച്ചാ മതി. ചോദിക്കാൻ അപ്പൊ അവിടെ പോയിക്ക് അങ്ങനെ ചെക്കൻ്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു സൈഡില് എൻ്റെ വീട്ടുകാരും അപ്പുറത്തെ സൈഡില് ഈ അവൻ്റെ വീട്ടുകാരും ഇരിക്കും. അങ്ങനെ നമ്മൾ ജാതകം, പെണ്ണിൻ്റെ ജാതകം, ചെക്കൻ്റെ ലൈക്ക് പെണ്ണിൻ്റെ മാമൻ ചെക്കൻ്റെ മാമന് ജാതകം കൊടുക്കും. അതാണ് ചടങ്ങ്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ ബ്യൂട്ടി പാർലറിൽ പോവാം. ആര് ഞങ്ങള് ബ്യൂട്ടി പാർലറിൽ പോവാണ്. കണ്ണിന് ഫേഷ്യൽ ചെയ്യണം, എനിക്ക് ഫേഷ്യൽ ചെയ്യണം. അങ്ങനെ നെയിൽ എക്സ്റ്റൻഷനും അതുപോലെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് കൂടി ബാക്കിയുണ്ടായിരുന്നു. മിഥുവിനും ഷർട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസത്തിനും. അതുപോലെ ഞങ്ങൾക്ക് ഇനി ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് അതിനൊന്നും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കുറച്ച് ഐറ്റംസ്. ലൈഫിൽ ഇത്രയും വേഴ്സ്റ്റ് ആയിട്ട് ഞാൻ ഷോപ്പ് ചെയ്തില്ല. വൃത്തികെട്ട ഷോപ്പിംഗ്. എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ ഷോപ്പ് ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട്
ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ആദ്യം കാണുന്നത് എടുക്കണം. കാരണം നമുക്ക് അത്ര സമയമേ ഉള്ളൂ, പെട്ടെന്ന് വീട്ടിലെത്തണം. ആ മെഹന്തി ഇടുന്ന കുട്ടിയാണെങ്കിൽ വീട്ടിൽ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആദ്യം കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചങ്ങ് പോന്നു. ഒറ്റപ്പെട്ടിരിക്കുക. ഇന്ന് രാവിലെ നമ്മള് ബ്യൂട്ടി പാർലറിൽ പോയി നെയിൽസ് ചെയ്തു, ചെയ്ത് കഴിഞ്ഞ് എന്നോട് ആ ചേച്ചി പറഞ്ഞ മുഖത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നെ സ്കിന്നിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഉരുകൊന്നും ചെയ്തില്ല അമ്മ. എന്നിട്ട് ഇപ്പോഴും എന്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. ഇനിയൊക്കെ ഓരോ സാധനങ്ങൾ മേടിക്കണ്ടോ. എന്നാ കല്യാണം? 7-ാം തീയതി. നാളെ നമ്മള് പോവില്ലേ? നാളെ നമ്മള് ഫോട്ടോ ഷൂട്ടിന് പോലെ. ഇതിൽ ഒന്നുമില്ല. നാളെ നാളത്തെ ഡ്രസ്സൊക്കെ ഇവിടെ അതൊന്നും ഞാൻ ഇട്ടോക്കിട്ടില്ല. ഭയങ്കര വല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഡാൻസ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എന്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവര് ഡാൻസ് കാര്യങ്ങളും ചെയ്യുന്നു. ഞാൻ മെഹന്തി ഇടുന്നോണ്ട് എനിക്ക് എന്തായാലും അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരെ ബൈ.